ചില ദിവസങ്ങളിലൊക്കെ ഞാൻ അമ്മയെടുത്ത് അങ്ങോട്ട് ഓരോ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് കഴിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മ ഓരോന്ന് ഉണ്ടാക്കി തരുന്നത്. പക്ഷേ ചില ദിവസങ്ങളിൽ ഞാനൊന്നും പറയാതെ തന്നെ എൻ്റെ മനസ്സറിഞ്ഞ് ഉണ്ടാക്കിക്കൊണ്ട് തരും. അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് വന്ന സാധനമാണ് ഇത്. എനിക്ക് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. തെരളിയും പിന്നെ ഇലയപ്പം ഒക്കെ ഉണ്ടാക്കുമ്പോൾ മധുരവും അതിൻ്റെ ഉള്ളിൽ വെക്കാതെ ഇങ്ങനെ ഈ തേങ്ങയും പഴമൊക്കെ ഇട്ട് ഞെരട്ടി ഉണ്ടാക്കും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് വേണ്ടി ഗോതമ്പിനകത്തും അവർക്ക് വേണ്ടിയിട്ട് അരിപ്പൊടിക്കകത്തുമാണ് കേട്ടോ ഉണ്ടാക്കിയേക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നേ. കുഞ്ഞ് ഇലയായതുകൊണ്ടേ ഇങ്ങനെ കുമ്പിള് കുത്തിയതുപോലെയാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. കാണാനും നല്ല ഭംഗിയാണ്, തിന്നാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അത് കഴിച്ചുകൊണ്ട് ഇരുന്നപ്പോഴത്തേക്ക് നമുക്ക് വണ്ടി ശരിയാക്കാൻ വേണ്ടിയിട്ട് ആൾ വന്നു. അങ്ങനെ അവർ വിളിച്ച് വഴി അറിയത്തില്ലായിരുന്നു. അങ്ങനെ പിന്നെ കുഞ്ഞൻ പോയി വഴിയിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ചിട്ട് വന്നേ കേട്ടോ. അങ്ങനെ അവർ വന്ന് പുതിയ ബാറ്ററി വെച്ചിട്ട് നമ്മുടെ പഴയതങ്ങ് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞങ്ങളുടെ ചങ്ക് ഇടിച്ചു പോയത്. എന്തെന്ന് വെച്ചാൽ ഇത് വെച്ച് കഴിഞ്ഞ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ട് സ്റ്റാർട്ട് ആവുന്നില്ല. പഴയ ഒരു സൗണ്ടുകൾ മാത്രമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് സമയം. ഞങ്ങൾക്ക് ആകെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. ഇനി വേറെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ആയിരിക്കുമോ, ഇതിൻ്റെ അല്ലയോ, വെറുതെ ക്യാഷ് പോയത് മിച്ചമാണോ എന്നൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ കാടുകയറി ചിന്തിച്ചു. എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായാലും ശരിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പഴയ ബാറ്ററി അവർക്ക് നമ്മൾ തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ചെറിയൊരു എമൗണ്ട് കിട്ടി. ഇതൊരു ആശ്വാസമാകട്ടെ എന്ന് വിചാരിച്ചു. എന്തായാലും വണ്ടി ശരിയായി. അതാണ്